ഹലോ ഗൈസ്, ചെപ്പോട്ടക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് ചെയ്യുന്ന 2 തെറ്റുകൾ. ആ തെറ്റുകൾ കാരണം നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ ചാനലുകൾ ഒന്നുമില്ലാതായി പോകുന്നു. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൻ്റെ സർവീസുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഒരുപാട് പേര് നമുക്ക് ചാനലുകൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ വർക്ക് ചെയ്യാനും തരുന്ന സമയത്ത് നമ്മളിത് കാണുന്നതാണ്. ഓക്കെ, ഒരുപാട് പേരുടെ സങ്കടം ഓരോ ദിവസം കാണുന്നതുകൊണ്ടാണ് ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഏകദേശം പേർക്കും അറിയാം, പക്ഷെ എന്നാൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന ഈ തെറ്റുകൾ നിങ്ങളുടെ ചാനൽ ഒന്നും ഇല്ലാണ്ടായി പോകും. കാരണം വെച്ചാൽ നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ചാനലായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഒരു വ്യൂസ് കുറയാൻ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു വെക്കും, അതോടെ എല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും ആ ഒരു വീഡിയോ കയറാത്തതായി പോകും. ഓക്കെ, എന്നിട്ട് പറയും, എൻ്റെ അടുത്ത് കൊണ്ടുവരും, ചേട്ടാ എൻ്റെ ചാനൽ നല്ല വീഡിയോസാണ്, എന്നെക്കാളും കൂടുതൽ ആൾക്കാരും പറയുന്നൊരു സംഭവമാണ്. നിങ്ങൾ തന്നെ മനസ്സ് വിചാരിച്ചാൽ മതി, നിങ്ങൾ പറയലുണ്ടെന്ന് ആരോടെങ്കിലും എന്നേക്കാൾ നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോറി, അങ്ങനെയല്ല, എന്നേക്കാൾ മോശം കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ചാനലിലൊക്കെ നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ട്. പക്ഷേ ഞാൻ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ കണ്ടന്റാണ് ക്രിയേറ്റ് ആക്കിയിരുന്നത്. പക്ഷേ എൻ്റെ ചാനലിനകത്ത് തീരെ വ്യൂ വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ കാരണങ്ങൾ, എങ്ങനെയാണ് നമ്മളിത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ശരിയാക്കി എടുക്കേണ്ടത്, നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും പോലെ തന്നെ ഞാൻ ഈ വീഡിയോ പറയില്ല, ഹൈപ്പ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ചെറിയൊരു ഉപകാരം, എന്നെ പോലെ ടെക്കുകാർക്ക് ചെയ്തു തരേണ്ട ഉപകാരം നിങ്ങൾക്കൊന്ന് ഹൈപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിനകത്ത് നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ് ഓടിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വ്യൂ ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളെ കൊണ്ട് എല്ലാ പ്രാവശ്യവും നമ്മുടെ ചാനലിൽ വ്യൂ ഇല്ലാണ്ടാകുന്നത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ തെറ്റ് കൊണ്ടല്ല. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും എററും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാതായി പോകും. അത് നിങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ കുട്ടികളുടെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കുട്ടികളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു വീഡിയോയ്ക്ക് കമൻ്റൊക്കെ ഓഫായി പോകും. അത് കുട്ടികൾ ചൈൽഡ് സേഫ്റ്റി പോളിസി അനുസരിച്ച് കുട്ടികൾക്കെതിരെയുള്ള കമൻറ്റുകൾ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി യൂട്യൂബ് തന്നെ ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആ വീഡിയോ വ്യൂ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും എറർ കൊണ്ടും നമ്മുടെ നല്ല കണ്ടന്റാണ് വീഡിയോ, കയറേണ്ട വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ കയറാതെ അവിടെ കിടക്കും. അന്നേരം, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ സ്പോട്ടിൽ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാലും ആ വീഡിയോ ചിലപ്പോൾ നല്ല വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു യൂട്യൂബിൻ്റെ പ്രോബ്ലം മാറുന്ന സമയത്ത് റണ്ണ് ചെയ്യും. ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോ ഇട്ട പാട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യൂ വന്നില്ല എന്ന് തോന്നിക്കഴിയുമ്പം എന്തു പറയും, നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം, ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു അസ്വസ്ഥത വരും. അങ്ങനെ അസ്വസ്ഥത വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്താലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ആക്കിയ ടൈമിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്ത് ചെയ്യും, ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന തെറ്റാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കാൻ പാടില്ല. ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന വീഡിയോസിന്, അപ്പോൾ ഇതൊരു ശീലമായി. പിന്നെ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വ്യൂ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡിലീറ്റ് ആക്കും അപ്ലോഡ് ചെയ്യും. ഈ ഒരു സംഭവം നിങ്ങളുടെ ചാനലിനെ നല്ല രീതിയിൽ ഫ്രീസ് ആക്കും. പിന്നെ നമ്മൾ എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് കയറാണ്ടാവും. പിന്നെ ഈ ഡിലീറ്റ് പിന്നെ വേറൊരു ആൾക്കാരുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യൂ കിട്ടാത്ത സമയത്ത്, അല്ലേ, നമ്മൾ ചാനലിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് സാധാരണ കിട്ടുന്ന വ്യൂസ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കണമെന്നില്ല ഈ ഒരു വ്യൂ വരാതിരിക്കുന്നത്, നമ്മൾ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്തും സാധാരണ കിട്ടുന്ന വ്യൂ കിട്ടാതെ കുറഞ്ഞ വ്യൂവിൽ ഇങ്ങനെ വന്ന് സ്റ്റക്കായി കിടക്കുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ അപ്ലോഡ് ആകും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയിട്ട് പ്രൈവറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ചാനലിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു നമ്മളൊരു സെറ്റിങ്സിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. ഓക്കെ, സെറ്റിങ്സുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫാൾട്ട് വന്നു. കാരണം നമ്മളത് തെറ്റിപ്പോയി, നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റം വന്ന സമയത്ത് ഞാനത് ചെയ്ത്, ഞാൻ അതിന് ശേഷം വന്ന വീഡിയോ ഞാൻ പറയുകയും ചെയ്തു. കാരണം ഞാനൊരു വീഡിയോ അത് അൺലിസ്റ്റഡ് ആക്കി വെച്ചു, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറയുന്ന തെറ്റായ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് മോശം ചെയ്യുന്നുള്ളത് വിചാരിച്ചു ഞാനത് അൺലിസ്റ്റഡ് ആക്കി വെച്ചു. എനിക്കറിയാം എൻ്റെ ചാനലിലെ വ്യൂ കുറയുന്നു. അതിന് ശേഷം വരുന്ന വീഡിയോസിനൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് കുറവായിരുന്നു. ഓക്കെ, ഇപ്പം മെല്ലെ ക്ലച്ച് പിടിച്ച് വരുന്നേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ നല്ല രീതിയിലുള്ള വ്യൂ വന്നുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് സ്റ്റക്കായി നമ്മളിടുന്ന വീഡിയോയ്ക്ക് 8000, 7000, 9000, 10000 ഒക്കെ വ്യൂ കിട്ടിക്കൊണ്ടിടത്ത് പെട്ടെന്ന് 1000, 800, 750 അങ്ങനത്തെ വ്യൂ ആയിപ്പോയി. അപ്പോൾ അതും ഒരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും അൺലിസ്റ്റഡ് ആക്കരുത്. ഒന്നിൽ കൂടുതൽ വീഡിയോ ഒരു കാരണവശാലും അൺലിസ്റ്റഡ് ആക്കാനോ ഡിലീറ്റ് ആക്കാനോ എഡിറ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചാനലിലെ വീഡിയോസ്, ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഡിലീറ്റ് ആക്കാനോ എഡിറ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ചാനലിൽ അതായത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ വ്യൂ സ്റ്റക്ക് ആവുന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വന്നത്. നിങ്ങളത് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ കൂടുതൽ ആൾക്കാരും ചാനൽ ഫ്രീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീസായി നിൽക്കുന്ന ചാനലുകളിൽ അവർ ചെയ്ത തെറ്റുകൾ ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അവരുടെ ചാനൽ ഇല്ലാതാക്കുന്നത് അവർ തന്നെയാണ്, നിങ്ങളുടെ ചാനൽ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു ചാനൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കാൻ പാടില്ല. എൻ്റെ ചാനൽ വ്യൂ കിട്ടിയില്ല, കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത് എൻ്റെ ചാനൽ വ്യൂ വന്നില്ല, അത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, എൻ്റെ ചാനൽ തീരെ മോശം ചാനലല്ലേ, അപ്പോൾ അതിനെ തീരെ വ്യൂ ഉള്ള ചാനലാണെന്ന് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നതുകൊണ്ട് ഡിലീറ്റ് ആക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് തീരെ വ്യൂ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ അന്നേരം വ്യൂ കിട്ടിയില്ലെങ്കിലും പിന്നെ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീഡിയോ റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതും കിട്ടും. പിന്നെ മുന്നോട്ടുള്ള വീഡിയോയ്ക്കും റീച്ച് ആകാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.